إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മതമായ ഇസ്ലാമിൻ്റെ പേരിൽ ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ ദീനിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കണമെന്ന് നിങ്ങളോട് പറയുന്ന എന്നെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നൽകി നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാടിലെ ദുരന്തം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ആ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ആ ദുരന്തം നടന്ന സ്ഥലത്തു നിന്നും മാറി നമ്മളൊക്കെ ആനന്ദിക്കാൻ,
ആസ്വദിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 3 ബോഡി കിട്ടി. അങ്ങനെ രക്ഷാപ്രവർത്തകർ, ദൗത്യസംഘം, രക്ഷപ്പെടുത്താൻ കഴിയില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ഹെലികോപ്റ്ററിൽ അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഏകദേശം 10 മിനിറ്റിന് മുമ്പ് ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കിയപ്പോൾ വയനാടിൽ ഭൂചലനം എന്ന് ചാനലുകൾ എഴുതി കാണിക്കുന്നു. മഴക്കോളം മഴയുടെ ഒരവസ്ഥയുമില്ല, എന്നാൽ ഒരു ഘോരമായ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടി എന്ന് പറയാനും കഴിയില്ല. ബന്ധപ്പെട്ടവർ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. അള്ളാഹു ഏതായാലും ആ ജനതയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദുരന്തവും ആ ദുരന്തത്തിനു ശേഷമുള്ള വാർത്തകളും വല്ലാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തെരച്ചിലിൽ മയ്യത്തുകൾ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ കിട്ടുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ആരാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. സർവമത പ്രാർത്ഥന നടത്തിയാണ് എന്ത് ചെയ്യുന്നത്? അതിനെല്ലാം അടക്കം ചെയ്യുന്നത്. എന്തിനാ നമ്മുടെ പള്ളിയിൽ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ നിസാരത, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിനയാന്വിതരായി മാറേണ്ടതുണ്ട് എന്നത് ഓർമ്മപ്പെടുത്താനാണ്. നോക്കൂ, അവിടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു അലമാര കിട്ടുകയും ആ അലമാരയിൽ നിന്നും ഒരു പരാതിക്കത്ത് ലഭിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. ആ പരാതിക്കത്ത് എന്താ? വഴിത്തർക്കമാണ്. വഴിത്തർക്കം, വിട്ടുകൊടുക്കില്ല എന്നുള്ള, പോരാടി നേടുമെന്നുള്ള വഴിത്തർക്കമാണ്. ആ വഴിത്തർക്കത്തിൻ്റെ ഒരു പരാതിക്കത്താണ്. എന്നാൽ ഇപ്പോൾ ആ ദുരന്തത്തിനു ശേഷം ആ തർക്കത്തിലിരിക്കുന്ന വഴിയുണ്ടല്ലോ, മൈതാനം പോലെയാണ്. മൈതാനം പോലെയാണ്, ആർക്കൊന്നും വേണ്ട. വലിയ മാളികകൾ വെച്ച് കൊടുത്താൽ പോലും പ്രിയമുള്ളവരെ, ആ ദുരന്തത്തിന് ഇരയായവർ, അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ആ പ്രദേശത്ത് ജീവിക്കാൻ തയ്യാറല്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനെ അഹന്തയോടുകൂടി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നു. മനുഷ്യരെല്ലാം ഒരുമാതിരി അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ്. ആ അഹങ്കാരമെല്ലാം, ആ കുശുമ്പെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, ആ തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, ഏതു സമയത്തും നമ്മളെ വിട്ടുപിരിയുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സന്തോഷം നൽകാൻ കഴിയുമോ എന്ന് ആലോചിച്ച് സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരണം. അഹങ്കാരം പാടില്ല. അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റ് വിനയമാണ്. വിനയമാണ് വേണ്ടത്. എന്നാൽ ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്, അല്പം വിനയം കാണിച്ചാൽ എൻ്റെ സ്റ്റാറ്റസിൽ നിന്ന് ഞാൻ താഴെ പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുമാതിരി അഹങ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റം, സംസാരം, ഞാനാണ് വലുത്, ഞാനാണെല്ലാം, ഞാനല്ലാത്തവർക്കെല്ലാം നുക്സാനുകൾ, കുറവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സ്വന്തം എന്നു പറഞ്ഞ അള്ളാഹുവിൻ്റെ ചില ദാസന്മാരുടെ വിശേഷണങ്ങൾ പറയുകയുണ്ടായി. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൻ്റെ 63-ാമത്തെ ആയത്തിലൂടെ
അവൻ്റെ യഥാർത്ഥ ദാസന്മാർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണഗണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പരമകാരുണ്യകന്റെ ദാസന്മാർ അവരുടെ പ്രത്യേകത യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിൽ കൂടെ വിനയാന്വിതരായിക്കൊണ്ട് വിനയത്തോടു കൂടി നടക്കുന്നവരാണ്. വിനയത്തോടു കൂടി അവർ ഭൂമിയിലൂടെ നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ അപക്വമായി പെരുമാറുന്ന അജ്ഞരായിട്ടുള്ള ജാഹിലീങ്ങളായിട്ടുള്ള ആളുകൾ അവരോട് സംസാരിച്ചാൽ ആ അജ്ഞതയുള്ള ആളുകൾക്കൊത്ത് തിരിച്ച് മറുപടി പറയുന്നവരല്ല. അവർ പറയും ഖാലു സലാമാ, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തർക്കത്തിനും മോശപ്പെട്ട സംസാരത്തിനും നിൽക്കാതെ അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ് പരമകാരുണ്യകന്റെ ദാസന്മാർ. അപ്പം അവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ. അപ്പം വിനയം വേണം. അള്ളാഹുവെ, വിനയാന്വിതരായിക്കൊണ്ട് ജീവിക്കുവാൻ നീ തൗഫീഖ് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് കിബർ അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിനയം എന്നത്. വിനയാന്വിതരായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്. എന്താ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്? മാ നഖസത് സ്വദഖതു മിൻ മാലിൻ, ദാനധർമ്മം സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദാനധർമ്മം സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല. എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊടുത്താൽ സമ്പത്തിൽ അത് കുറയൂല. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ലിഅഫുവിൻ ഇല്ലാ ഇസ്സാ, വിട്ടുവീഴ്ച കൊണ്ട് അള്ളാഹു ഒരു ദാസനും പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അഫ്വ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ചെയ്തു കൊടുത്തവർക്ക് അള്ളാഹു അവരുടെ പ്രതാപം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിലൂടെ ഒരാൾക്ക് പ്രതാപമാണ് ഉണ്ടാകുന്നത്. ഇല്ല, ഞാൻ തീരുമാനിച്ചനുസരിച്ച് നടക്കൂ, എന്നോട് അവൻ മാപ്പ് പറയണം, അതും എന്നെക്കുറിച്ച് പറഞ്ഞ ആ ആളുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളുള്ള സദസ്സിൽ തന്നെ പറയണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂല എന്നല്ലേ മനുഷ്യർ പറയുന്നത്? എന്നാൽ അള്ളാഹു പറയുന്നു, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിലൂടെ അവൻ്റെ പ്രതാപമാണ് വർദ്ധിക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയില്ലെന്നൊരാൾ പറഞ്ഞാൽ, അയാളുടെ അടുത്ത ആളുകൾ വരെ പറയും, നേരിട്ടല്ലെങ്കിൽ പോലും മാറി എന്നിട്ട് പറയും, എന്തൊരു അഹങ്കാരമാണ് ഇയാൾക്ക്. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്താൽ അയാളുടെ പ്രതാപം വർദ്ധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് പറയുന്നു, വമാ തവാളഅ അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിലേക്ക് വിനയം കാണിച്ച ഒരാളുടെ പദവിയും അള്ളാഹു ഉയർത്താതിരുന്നിട്ടില്ല. ഇപ്പം വിനയം കാണിച്ചാൽ, അഹങ്കാരമല്ലാത്ത അവസ്ഥ, വിനയം കാണിച്ചാൽ അവൻ്റെ ദറജ അള്ളാഹു ഉയർത്തും. അവൻ്റെ ദറജ അള്ളാഹു ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. വജദ്നൽ കറമ ഫിത് തഖ്വ വൽ ഗിനാ ഫിൽ യഖീൻ വശറഫ ഫിത് തവാളു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്താ ഒന്നാമത്തത്? വജദ്നൽ കറമ ഫിത് തഖ്വ, നാം തഖ്വയിൽ ഔദാര്യവും, തഖ്വ കൊണ്ട് ഔദാര്യവും, വൽ ഗിന, അതേപോലെ തന്നെ നമുക്ക് ഐശ്വര്യം, ഫിൽ യഖീൻ, ദൃഢവിശ്വാസത്തിൽ, വശറഫ ഫിത് തവാളു, വിനയത്തിൽ ഔന്നത്യവും കണ്ടെത്തി. ഇപ്പം സൂക്ഷ്മതയുണ്ടെങ്കിൽ ഔദാര്യം കണ്ടെത്താൻ കഴിയും,
ദൃഢവിശ്വാസത്തിൽ നമുക്ക് ഐശ്വര്യം കണ്ടെത്താൻ കഴിയും, വിനയത്തിൽ ഔന്നത്യവും കണ്ടെത്താൻ കഴിയും. ഇപ്പം വിനയമുണ്ടെങ്കിൽ ഉന്നതി പ്രാപിക്കുവാൻ ഒരാൾക്ക് അതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, യഹ്ബിസ് സലാസം ബിസലാസിൻ ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ. യഥാർത്ഥ വിശ്വാസികൾ നിങ്ങൾക്ക് ഉൾപ്പെടണമോ, 3 കാര്യങ്ങളെ കൊണ്ട് 3 കാര്യങ്ങളെ നീ പിടിച്ചു വെക്കുക. മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാഹ് പറയാണ്, 3 കാര്യങ്ങളെ കൊണ്ട് 3 കാര്യങ്ങളെ നീ പിടിച്ചു വെച്ചാൽ നിനക്ക് എന്താകാൻ കഴിയും? യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയും. 1, അൽ കിബ്റു ബിത്തവാദു, വിനയം കൊണ്ട് അഹങ്കാരത്തെ നീ പിടിച്ചു വെക്കുക. വിനയാന്യതനായി തീരുന്നതോടുകൂടി, വിനയം എന്ന ഗുണം വരുന്നതിനോടുകൂടി അഹങ്കാരം അങ്ങ് മാറി നിൽക്കും. രണ്ടും കൂടെ ഒരുമിച്ച് വരൂല, വിപരീതമല്ലേ? അങ്ങനെ വിനയം കൊണ്ട് നീ അഹങ്കാരത്തെ പിടിച്ചു വെക്കുക. 2, വൽ ഹർസു ബിൽ ഖനാഅതി, തൃപ്തി കൊണ്ട് നീ ആർത്തിയെ പിടിച്ചു വെക്കുക. എന്താണോ അള്ളാഹു നൽകിയ ഓഹരി, എന്താണോ വരുമാനം, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുക. ആർത്തി പാടില്ല, അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നന്ദിയുള്ള അടിമയായി പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. അപ്പം ആർത്തി മാറും. 3-മതായി പറഞ്ഞത് വൽ ഹസദു ബിൻ നസീഹ, ഗുണകാംക്ഷയെ കൊണ്ട് നീ അസൂയയെ പിടിച്ചു വെക്കുക. എല്ലാ ആളുകൾക്കും ഗുണത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്, ആ ഗുണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയായി തീരുമ്പോൾ നമ്മൾ നിന്നെന്ത് പോകും? ഹസദ്, അസൂയ പോകും. മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം. അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളെ കൊണ്ട് 3 കാര്യങ്ങൾ പിടിച്ചു വെക്കുക. അതിൽ വിനയം കൊണ്ട് കിബറിനെ, അഹങ്കാരത്തെ നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തോടു കൂടി ഒരിക്കലും നമ്മൾ ഭൂമിയിലൂടെ നടക്കാൻ പാടില്ല. അഹങ്കാരം ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആമുഖമായി ഓതി വെച്ചത് സൂറത്ത് ഇസ്രായിലെ ഒരു വചനമാണ്. അതിൽ അള്ളാഹു പറയുന്നത് വല തംശീ ഫിൽ അർളി മർഹ, ഭൂമിയിൽ കൂടി വിനയത്തോടു കൂടി നടക്കുക, അഹങ്കാരമില്ലാത്ത അവസ്ഥയിലൂടെ നീ നടക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്നക ലൻ തഖ്രിഖൽ അർള, നിനക്ക് ഭൂമിയെ പിളർത്താൻ, കീറാൻ കഴിയില്ല. ചില മനുഷ്യർ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നീ വിചാരിച്ചാലൊന്നും ഭൂമിയെ കീറിക്കളയാൻ, കളയാൻ കഴിയുകയില്ല. വലൻ തബുൽ അൽ ജിബാല തൂല, ഇനി നീളത്തിൻ്റെ, ഉയരത്തിൻ്റെ വിഷയത്തിൽ നിനക്ക് പർവ്വതങ്ങളോളം എത്താനും കഴിയില്ല. ഭൂമിയെ പിളർത്താനോ ഉയരത്തിൻ്റെ വിഷയത്തിൽ പർവ്വതങ്ങളിലേക്ക് ഉയരാനോ കഴിയുകയില്ല. നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരമുള്ള വ്യക്തികളെ എത്രത്തോളമാണ് വെറുക്കുന്നത് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അല്ലാഹുവിന് ഇഷ്ടമല്ല കിബ്രന്മാരെ, വിനയമുള്ളവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു അല്ലാഹുവിന് അവരോട് വെറുപ്പുള്ളതിനാലാണ് ഈ 2 പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അവരെ അല്ലാഹു പരിഹസിക്കുന്നത്. അവൻ്റെ നടത്തമൊക്കെ കണ്ട ഭൂമിയെ ഇപ്പം ചവിട്ടി കീറിക്കളയാന്നാണ് വിചാരിക്കുന്നത്. തലയെടുപ്പോടുകൂടി നടന്നാൽ അവൻ പർവ്വതത്തിനെക്കാട്ടി ഉയരം അവനുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അത് രണ്ടും നിനക്ക് സാധ്യമല്ല മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരികളെ അല്ലാഹു പരിഹസിക്കുകയാണ്. അഹങ്കാരത്തിൽ നിന്ന് അല്ലാഹു നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല ഒരു അണ്ണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ. അപ്പം ഈ ദുരന്തത്തിൻ്റെ വാർത്തകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുമ്പോൾ മൂക്കത്ത് കൈവച്ച്
പണം അവിടേക്ക് നൽകുക മാത്രമല്ല ചെയ്യേണ്ടത്. അല്ലാഹുവേ, ഞാൻ വയനാടിൽ ഈ ഉരുൾപൊട്ടിയ പ്രദേശത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കാണാതായവരെ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു എങ്കിൽ, ഞാനിപ്പോൾ ബർസഖിലാണല്ലോ. കണ്ടെത്തി കഫൻ പൊതിഞ്ഞ് അടയ്ക്കാലും ഇല്ലെങ്കിലും വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പടച്ചിറപ്പ് പറഞ്ഞതാണ്. ഖിയാമത്ത് നാൾ വരെ അവിടെ പിന്നിൽ ഒരു മറയുടെ ജീവിതമുണ്ട്. അതാണ് ബർസഖ്. അത് സമുദ്രത്തിൽ കാണാതായി മത്സ്യങ്ങൾ തിന്നു തീർത്താലും, വെന്ത് ചാമ്പലായി വെണ്ണീറായി തീർന്നാലും, പാറയുടെ ഇടയിൽപ്പെട്ട് കാണാതായി കണ്ടെത്താൻ കഴിയാതെ വന്നാലും, റഹ്മാനായ റബ്ബ് ആ മനുഷ്യനും ഒരു ബർസഖ് ഉണ്ടാക്കും. കാഹളത്തിൽ ഊതുന്നത് വരെ ഒരു ജീവിതം മരണത്തിന് ശേഷമുണ്ട്, നമുക്കും വരാനുണ്ട്. അത് രക്ഷയുടെ ജീവിതമായി തീരണമെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, വിനയാന്വിതരായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ഒരിക്കലും സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും കിബറിൻ്റെ വർത്തമാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇബ്ലീസിന്റെ സ്വഭാവമാണ് കിബർ. ഇബ്ലീസിന്റെ സ്വഭാവമാണ് കിബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പിശാചുമായി ബന്ധപ്പെട്ട, ഇബ്ലീസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദമിന് സുജൂദ് ചെയ്യാൻ, ആദമിനോട് ആദരവ് കാണിക്കാൻ, മനുഷ്യനെ ആദരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു. മലക്കുകൾ അത് ചെയ്തു. ആ സദസ്സിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ അള്ളാഹുവിന്റെ കൽപ്പന മലക്കുകൾ അനുസരിച്ചു. അബാ, ആ ഇബ്ലീസ് വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം നടിച്ചു, കിബർ കാണിച്ചു. സുജൂദ് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ആദമിനേക്കാൾ മികച്ചവനാണ് എന്ന തോന്നൽ, അതാണ് അഹങ്കാരം. വിസമ്മതിച്ചു. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനക്കാരനെയും പൊങ്ങച്ചക്കാരനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം പടച്ചറബ് അവസാനിപ്പിക്കുകയാണ്. ദുരഭിമാനക്കാരനെയും പൊങ്ങച്ചക്കാരനെയും അള്ളാഹു എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടുകയില്ല. അത്രക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിനയാന്യതനായി, വിനയത്തിൻ്റെ അങ്ങേയറ്റം എന്നാളുകൾ നമ്മളെക്കുറിച്ച് പറയണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്, ജീവിതം കൊണ്ട് വിജയിക്കുന്നത്. ശ്രദ്ധിക്കണം, മാറ്റമുണ്ടാകണം. എന്താ അഹങ്കാരം? ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അഹങ്കാരം അഹങ്കാരം എന്നിങ്ങനെ കേൾക്കുന്നു, പാടില്ലെന്ന് കേൾക്കുന്നു. അഹങ്കാരം എന്താ? അതിൻ്റെ നിർവചനം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കിബർ, അഹങ്കാരം എന്താണ് എന്ന് പറയുകയാണ്. നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. അൽ കിബ്റു ബതറുൽ ഹഖ് വഗംദുൻ നാസ്. കിബർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന് ബതറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്. സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിനെ നിരാകരിക്കും. അതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി. സത്യത്തെ അംഗീകരിക്കാത്ത ഒരവസ്ഥ അല്ല. നമുക്കെത്ര കൈപ്പേറിയതായാലും, നമുക്കെതിരാകുന്നതായാലും, സത്യവും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ്. ആ സത്യത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ കിബർ എന്ന് പറഞ്ഞാൽ ഒന്ന് സത്യത്തെ നിരാകരിക്കലാണ്, രണ്ട് ഗംതുൻ നാസ്, ജനങ്ങളെ കൊച്ചാക്കലാണ്. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ, നമ്മുടെക്കാൾ ജീവിതാവസ്ഥയിൽ താഴെ നിൽക്കുന്ന, ഉദ്യോഗസ്ഥൽ താഴെ ജോലി ചെയ്യുന്ന മനുഷ്യരെ കൊച്ചാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, ഈ രണ്ടു കാര്യമുണ്ടെങ്കിൽ, സത്യത്തെ നമ്മൾ നിരാകരിക്കുന്നുണ്ട് എങ്കിൽ, ആളുകളെ കൊച്ചാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കിബറന്മാരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അപ്പം അത്തരത്തിലുള്ള കിബറുകളെല്ലാം ഒഴിവാക്കി അന്ത്യനാളിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അന്ത്യനാളിനോട് അടുത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ഉരുൾപൊട്ടൽ വന്ന് അവിടെ നിന്ന് 24 മണിക്കൂർ പെയ്ത മഴ അതെൻ്റെ സംഭരണ സ്ഥലത്ത് നിന്ന് ഒഴുകി വന്നപ്പോഴാണ് ഇത്രയും വന്നത്. വൈദൽ ബിഹാറു ഫുജ്റത്, കടലുകൾ പൊട്ടി ഒഴുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രങ്ങൾക്കൊരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീച്ചിലൊക്കെ പോയി കുടുംബത്തോടൊപ്പം കൈയും പിടിച്ച് നനയാൻ നിൽക്കുന്നത്. ആ അതിർവരമ്പുകൾ ലംഘിച്ചത് ശക്തമായി നമ്മളിലേക്ക് വരുമ്പോഴാണ് കടലെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത്. ഇത് പിന്നെ സമുദ്രങ്ങൾ പൊട്ടി ഒഴുകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 114 മുതൽ അങ്ങോട്ട് തിരിച്ചെടുക്കുമ്പോൾ ആ മക്കിയായ സൂറത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അന്ത്യനാളിൻ്റെ ഭയാനകതയാണ്. അതൊക്കെ മൊബൈൽ ഫോണിൽ തഫ്സീറുണ്ട്, അല്ലെങ്കിൽ ഗ്രന്ഥരൂപത്തിൽ തഫ്സീറുണ്ട് മലയാളത്തിൽ. അതൊക്കെ എടുത്ത് വായിക്കുക. ഇത്തരം സംഭവങ്ങൾ, ഇത്ര ഭൂചലനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരുപാടുണ്ടല്ലോ, നമ്മളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ പദ്ധതികളും കണക്കൂട്ടലുമായി മുന്നോട്ട് പോകേണ്ടവരല്ല എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവിധ അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ആ വിനയാന്വിതരായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നല്ല വസ്ത്രം ധരിക്കുക, നല്ല വീട്ടിൽ താമസിക്കുക, നല്ല വാഹനമൊക്കെ വാങ്ങുക എന്നുള്ളത് അഹങ്കാരമായി തെറ്റിദ്ധരിച്ചു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. മറിച്ച് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തെ നിരാകരിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ്. അത് മനസ്സിലാക്കുക. നോക്കൂ, വിനയാന്വിതൻ എന്ന് നമുക്ക് ഒരാളെക്കുറിച്ച് മാതൃകയാക്കി പറയാമെങ്കിൽ അതിൻ്റെ ഒന്നാം സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിനയത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് പണ്ഡിതന്മാർ ഈ ഒരു പ്രവാചക വചനം എടുത്തു കൊടുക്കുന്നത്. എന്താ അത്? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ലാ തുതുറൂനി കമാ അത്റത്തുൻ നസാറ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ മറിയമിൻ്റെ പുത്രനായ ഈസായെ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത്. നബിദിനം വരാൻ പോവുകയാണ്. ക്രിസ്ത്യാനികൾ അവർ വഴിപിഴച്ചു പോയി. വലദ്ദാല്ലീൻ, അവർക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഫാത്തിഹ പാരായണത്തിലും. എന്താ അവർക്കുണ്ടായിരുന്നൊരു സ്വഭാവം? അവർ മറിയമിൻ്റെ പുത്രനായ ഈസയെ അമിതമായി വാഴ്ത്തി ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിച്ചു. അങ്ങനെ നിങ്ങൾ എന്നെക്കുറിച്ച് ചെയ്യില്ലെന്ന് ഹബീബ് പറഞ്ഞെങ്കിൽ അതനുസരിക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഫഇന്നമാ അന അബ്ദുഹു, നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാകുന്നു. പണ്ഡിതന്മാർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും സന്തോഷവാനാകുന്നത്, അല്ലെങ്കിൽ ആ മാതൃക പിൻപറ്റി ജീവിക്കുന്ന ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനബോധമുണ്ടാകേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോഴാണ്. അടിമയൊക്കെ മോശമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ? ആരുടെ അടിമയാണ്? ഏതെങ്കിലും ഒരു ചക്രവർത്തിയുടെയാണോ? അല്ലെങ്കിൽ കുറച്ച് സാമ്രാജ്യങ്ങളുള്ള ഒരു രാജാവിൻ്റെയാണോ? മലിക്കുൽ ജബ്ബാറായ, ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആ അടിമയാണ് ഞാൻ എന്ന് നിങ്ങൾ പറയണമെന്ന് വിനയത്തോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ആ റസൂലിനെ ഇത്തിബാഉ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ അടിമകളായി അള്ളാഹുവിനെ അനുസരിച്ച് വിനയാന്വിതരായിക്കൊണ്ട് അഹങ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കണം. അള്ളാഹു അതിനുള്ള വലിയ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ,
സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും ശ്രദ്ധിക്കേണ്ടവരാണ് നാം എല്ലാവരും. സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഇസ്ലാം ദീനിനു വേണ്ടി സേവന സന്നദ്ധരായി വരേണ്ടവരാണ് നാം ഓരോരുത്തരും. അതൊക്കെ കുറച്ച് പേരങ്ങോട്ട് ചെയ്യും, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും എന്നുള്ളതല്ല. ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യണം. അങ്ങനെ സേവനം ചെയ്യുന്നവർക്കാണ്, ഖിദ്മത്ത് ചെയ്യുന്നവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന വലിയ ഒരു സമൂഹം പണ്ടുകാലത്തും ഉണ്ടായിരുന്നു, അവർ ഇപ്പോഴുമുണ്ട്. അതിൽപ്പെട്ടവരാണ് കേരളത്തിലെ വിവിധങ്ങളായ മദ്രസകളിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസ അധ്യാപകർ. നമ്മുടെ മക്കൾ വലുതാകുമ്പോൾ നമ്മളെ വൃദ്ധസദനത്തിലാക്കാതിരിക്കാൻ, നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളെ വാർത്തെടുക്കുക എന്ന വലിയ പ്രവർത്തനത്തിൽ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് മദ്രസാധ്യാപകർ. അവർ കുറഞ്ഞവരല്ല, അവരാണ് കൂടിയവർ. ചെറിയ ശമ്പളത്തിൽ മറ്റൊരു ജോലിയും നോക്കി പോകാതെ ഇതൊരു സേവനവും പരലോകത്ത് ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണവർ. വലിയ സമ്പാദ്യമൊന്നും അതിൽ പല ആളുകൾക്കുമില്ല, കുറച്ച് പേര് നോക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത. അതുകൊണ്ട് തന്നെ വിസ്റ്റം മദ്രസ ബോർഡ് പുതിയ ഒരു പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി, എന്തിനാ? അവരിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ. അവരെ ശമ്പളം കൊണ്ട് പറ്റുമോ? നമുക്ക് കഴിയുന്നുണ്ടോ? മാന്യമായ ശമ്പളം ലഭിച്ചിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അതേപോലെ തന്നെ അവരുടെയും അവരുടെ മക്കളുടെയും ഉപരിപഠനത്തിനു വേണ്ടി ചികിത്സാ സഹായം എന്ന നിലയിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി എന്ന നിലയിൽ ഫണ്ട് കളക്ട് ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ പള്ളികളിലും, സലഫി മസ്ജിദുകളിൽ, വിസ്റ്റമിൻ്റെ കീഴിലുള്ള എല്ലാ പള്ളികളിലും അതിൻ്റെ ധനശേഖരം നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വയനാടിന് കൊടുക്കേണ്ടി വന്നു. ഈ പ്രാവശ്യം നമ്മുടെ ബക്കറ്റ് കളക്ഷനും ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ പള്ളിയിലുണ്ടെങ്കിലും ഈ ആവശ്യങ്ങളുമൊക്കെ നടക്കേണ്ടതുണ്ട്. QR കോഡ് പുറത്തൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ റിക്വസ്റ്റ് 500 രൂപയിൽ കുറയാതെ നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ് മിനിമം. അതൊന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് നമുക്ക് കൊടുക്കാം. ഒരു പ്രാവശ്യം കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലാത്തവർ കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവർ പണമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ QR കോഡിലൂടെ ആയാലും ധാരാളമായി നൽകി ആ പദ്ധതിയെ നമുക്ക് വിജയിപ്പിക്കണം. അവരുടെ കണ്ണീരൊപ്പണം, അവരെ കൈത്താങ്ങാക്കണം. അവർ നടത്തുന്ന സേവനം എത്ര വലുതാണെന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ല. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് നിസീമമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മദ്രസ അധ്യാപകർക്ക് അള്ളാഹു ആഫിയത്തും അവരുടെ ഇൽമിൽ ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കേരളത്തിൽ ഒരുപാട് മദ്രസകൾ നടത്തുന്ന പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലമത്രയും വിനയാന്യതരായിക്കൊണ്ട് നിന്റെ അടിമയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്തസ്സോടുകൂടി, ആഭിജാത്യത്തോടുകൂടി, ആഠ്യത്വത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, നീ വെറുക്കുന്ന, നീ പരിഹസിച്ച കിബറന്മാരുടെ കൂട്ടത്തിൽ
ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അള്ളാഹുവേ. വിനയാന്വിതര കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ അള്ളാഹുവേ. നിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവേ. ഞങ്ങളുടെ നാടിനെ എല്ലാവിധ അപകടങ്ങളും പരീക്ഷണങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം സന്തോഷിക്കാനുള്ള അവസ്ഥ നീ നൽകണമേ അള്ളാഹുവേ. മരണപ്പെട്ടു പോയവർക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹുവേ നീ രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകണമേ അള്ളാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد.